കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസിനെ CPM-ലേക്ക് ക്ഷണിച്ചെന്ന വെളിപ്പെടുത്തൽ തള്ളി ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ. ദീപ്തി വർഗീസിനെ തനിക്കറിയില്ല എന്നും ജയരാജൻ പറയുന്നു. എന്തെങ്കിലും വന്ന് പറയുകയാണ്, ഇതിനൊക്കെ മറുപടി പറഞ്ഞ് തന്റെ നിലവാരം കുറയ്ക്കാനാകില്ല എന്നും EP ജയരാജൻ വ്യക്തമാക്കുന്നുണ്ട്. ക്ഷണിക്കാതെ തന്നെ കോൺഗ്രസുകാർ പാർട്ടിയിലേക്ക് വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പത്മജയുമായി സംസാരിച്ചുവെന്ന് വെളിപ്പെടുത്തലിനും LDF കൺവീനർ മറുപടി പറഞ്ഞു. പത്മജ വേണുഗോപാൽ തന്നെ വന്ന് കണ്ടിട്ടില്ല. തന്റെ ഭാര്യയുടെ ഫോട്ടോ മാറ്റി സ്വപ്ന സുരേഷിനെ വെച്ചതിൽ സംശയമുണ്ട്. ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സംശയമെന്നും EP പറയുന്നു. ദീപ്തിയെ സംശയിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കാര്യങ്ങൾ തെളിഞ്ഞു വരട്ടെ എന്നായിരുന്നു EPയുടെ മറുപടി. ഏപ്രിൽ 26 BJPയെ തോൽപ്പിക്കാനുള്ള ദിവസമാണ്. BJPയെ നേരിടാൻ ഇടതുപക്ഷം മാത്രമാണുള്ളതെന്നും അദ്ദേഹം പറയുന്നു. ജൂൺ 4 ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭീകരഭരണം അവസാനിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾക്ക് എല്ലാവരുടെയും വോട്ട് വേണം. ന്യൂനപക്ഷ ഭൂരിപക്ഷ മതവിഭാഗങ്ങളെല്ലാം വേദന അനുഭവിക്കുന്നവരാണ്. കേന്ദ്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളുമെല്ലാം അവരെ ഭയപ്പെടുത്തുകയാണ്. ഇവിടെ തോൽപ്പിക്കേണ്ടത് BJPയാണെന്നും ജയരാജൻ പറഞ്ഞു. BJPയെ തോൽപ്പിച്ച ഇന്ത്യയിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക എന്നതാണ് ലക്ഷ്യം. അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെല്ലാം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. ഇടതുപക്ഷത്തോട് മത്സരിക്കാൻ കരുത്തുള്ള ഒരു സ്ഥാനാർത്ഥിയും 20 മണ്ഡലങ്ങളിൽ ഇല്ല എന്നും ജയരാജൻ അവകാശപ്പെട്ടു. എന്തായാലും ഇത്തവണ ഇടതുപക്ഷം രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. നിരവധി പേർ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുമ്പോൾ അടിപതറുന്നത് കോൺഗ്രസിനാണ്. കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇടതുപക്ഷം എല്ലാ മണ്ഡലങ്ങളിലും മത്സരാർത്ഥികളായി തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല മണ്ഡലങ്ങളിലും അടിപതറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വടകരയിൽ KK ശൈലജയ്ക്കൊപ്പം ഷാഫി പറമ്പിലിനെ നിർത്തി BJPക്ക് അവസരമൊരുക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. 60,000-ന് മുകളിൽ വോട്ട് ലഭിച്ചാണ് ശൈലജ ടീച്ചർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയത്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ ജൂൺ 26-ന് കേരളത്തിൽ രണ്ടാം ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജൂൺ 4-ന് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരും. ആ സമയത്ത് BJP അധികാരത്തിലേറില്ല എന്നാണ് EP ജയരാജൻ വ്യക്തമാക്കുന്നത്. പക്ഷേ BJP ആത്മവിശ്വാസം മുന്നോട്ട് വച്ച് തന്നെയാണ് പോകുന്നത്. CAA നിയമം പാസ്സാക്കിയതുകൊണ്ട് BJP ഇത്തവണ അധികാരത്തിൽ വരില്ല എന്ന് ഇടതുപക്ഷം പറയുമ്പോഴും കേരളത്തിൽ പിണറായി ഭരണത്തിൽ തകർന്നടിഞ്ഞിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ പിണറായിയെ തള്ളിക്കളയും എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത്.